യുണൈറ്റഡിൻ്റെ പ്രീ സീസൺ മത്സരം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. റോസൻബർഗുമായിട്ട് നമ്മൾ ഇന്നലെ പോയിട്ട് 1-0 തോറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും യുണൈറ്റഡിനെയോ ടെൻ ഹാഗിനെയൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് അല്ല അത്. കാരണം നമ്മുടെ ആദ്യത്തെ മാച്ച് റോസൻബർഗ് പോണത്തെ ആ ഒരു നോർവേയിലുള്ള ആ ഒരു ടീം, അവരുടെ നോർവേ ലീഗ് ഓൾമോസ്റ്റ് പകുതി സീസണായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെക്കാൾ മാച്ച് ഫിറ്റ്നസ്, മാച്ച് ഷാർപ്നെസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ അവർ വേ ഹെഡാണ്. അപ്പോൾ ആ ഒരു മാച്ച് കണ്ടാലും അറിയാം, നമ്മൾ കൂടുതലും പിള്ളേരുമായിട്ട് ഇറങ്ങി, നമ്മുടെ അക്കാഡമി പിള്ളേരുമായിട്ട് ഇറങ്ങിയാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡ്, കസമീരോ, മൗണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ മാരക ടാക്ലിംഗ് ആണ്, കാലും കൈ ഒടിക്കുന്ന രീതിയിലുള്ള ടാക്ലിംഗ് ആണ് ഫ്രണ്ട്ലി മാച്ചിൽ റോസൻബർഗിൻ്റെ പ്ലേയേഴ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പേടിച്ചാണെന്ന് തോന്നുന്നു ടെൻ ഹാഗ് മിക്കവാറും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും ഈ കസമീറോയും റാഷ്ഫോർഡിനെയും മൗണ്ടിനെയൊക്കെ മാറ്റി, അല്ലെങ്കിൽ കാല് ഒടിഞ്ഞ് തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് അവർ ടാക്കിൾസൊക്കെ മേക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമ്മുടെ ഭാഗത്ത് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ കീപ്പർ വിട്ടക്, അപ്പോൾ ആ ഒരു വിട്ടക് എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ ആ ഒരു പ്ലെയർ ഏറ്റവും നല്ല ആ ഒരു മാൻ ഓഫ് ദ മാച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കെതിരെ കളിച്ച ടീമാണ് നമ്മളെക്കാളും ബെറ്റർ എന്ന്. ജോസെ മോറിഞ്ഞോയുടെ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡേവിഡ് ഡെഗയ മാൻ ഓഫ് ദ മാച്ച് ആകുമ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, ഒരിക്കലും ഗോൾ കീപ്പർ മാൻ ഓഫ് ദ മാച്ച് ആകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീമിനെ സംബന്ധിച്ച് അതൊരു അപമാനമാണ്. അപ്പം ഇന്നലെ വിട്ടക്കായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. പക്ഷേ നിങ്ങൾ ആ ഒരു ടീമിനെ നോക്കൂ, ആ ഒരു ടീമിൽ നമുക്ക് അടുത്തൊരു വളർന്നു വരുന്ന ഒരു പ്രോസ്പെക്റ്റ് ടോബി കോളിയർ എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഇന്നലെയും ആ ഒരു പ്ലെയർ ശരിക്കും ആ ഒരു ഒരു ബോയിൽ നിന്ന് ആ ഒരു മെന്നിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ, അത് ശരിക്കും അക്കാഡമി പ്ലെയറിൽ ആകെപ്പാടെ എനിക്ക് തോന്നി ഈ ഒരു പ്ലെയറിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടെൻ ഹാഗ് ആണെങ്കിലും ഇപ്പോൾ വരുന്ന സീസൺ മിക്കവാറും ആ ഒരു കോബി മെനുവിന് ശേഷം അടുത്തതായിട്ട് ഫസ്റ്റ് ടീമിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ചാൻസസ് കൊടുക്കാൻ സാധ്യത ടോബി കോളിയറിലാണ്. അത് മാത്രമല്ല ടെൻ ഹാഗ് ഏറ്റവും വിശ്വസിക്കുന്ന ഒരു അക്കാഡമി ടാലൻറ്റ് എനിക്ക് തോന്നുന്നു ടോബി കോളിയർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ശരിക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ മാച്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ടിലാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേയും ഇഷ്ടം പോലെ നല്ല അവസരം റോസൻബർഗിന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അവർ സ്കോർ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗോൾ കീപ്പറും ഡിഫൻസും ഒക്കെ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും സേവ് നടത്തി. പക്ഷേ മാച്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് നമ്മൾ വഴങ്ങി 1-0 തോറ്റ് നമ്മൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ റിസൾട്ടോ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വരും മാച്ചസിൽ വരും പ്രീ സീസൺ മത്സരത്തിൽ നമ്മുടെ ഫസ്റ്റ് ടീമിൻ്റെ പ്ലെയേഴ്സൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമ്മുടെ പോരാട്ടവും കാര്യങ്ങളും ആ ഒരു രീതിയിൽ ഗ്രാജുവലി ഈ ഒരു സീസണിൻ്റെ അവസാനം, ഈ ഒരു പ്രീ സീസണിൻ്റെ അവസാനത്തോടെയൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസും ആ ഒരു തിണക്കവും കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ചുകൂടെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി നമ്മുടെ ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണം. കാര്യം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോഴും ഓപ്പൺ ആണ്. യുണൈറ്റഡ് ഭയങ്കര ആക്റ്റീവ്ലി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം മാർക്കറ്റിൻ്റെ കാര്യം നോക്കിയാൽ ഡിലിറ്റ് ആയിരിക്കും അടുത്ത സൈനിങ്, യുണൈറ്റഡിൻ്റെ സൈനിങ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെഗോസിയേഷനും കാര്യങ്ങളും ഒക്കെ ബയൺ മ്യൂണിച്ചുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബയൺ മ്യൂണിച്ച് യുണൈറ്റഡിൻ്റെ പല കണ്ടീഷൻസിനും വഴങ്ങുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് യുണൈറ്റഡ് ഒരു ടാക്ടിക്സ് എന്നുള്ള രീതിയിൽ ബയൺ മ്യൂണിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ബയർ ലെവർക്യൂസൻ്റെ ജൊനാഥൻ തായ്ക്ക് വേണ്ടി എൻക്വയറി നടത്തി എന്നുള്ള രീതിയിൽ ഇന്നലെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അത് ശരിയൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. ഒരിക്കലും ജൊനാഥൻ തായ് എന്ന് യുണൈറ്റഡിന് വേണ്ട. പക്ഷേ ആ ഒരു പ്രഷർ ടാക്ടിക്സ്, കാര്യം ഗെയിം കളിക്കാൻ അറിയാവുന്ന തരത്തിലുള്ള ഫുട്ബോളിംഗ് ആൾക്കാരാണല്ലോ നമ്മുടെ കാര്യങ്ങൾ ഇപ്പം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രഷർ ടാക്ടിക്സ്, ബയണിൻ്റെ മണ്ടയ്ക്ക് ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള രീതിയിൽ ജൊനാഥൻ തായ്ക്ക് വേണ്ടി യുണൈറ്റഡ് എൻക്വയറിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ജൊനാഥൻ തായൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഈ ഡെലിറ്റ് തന്നെ വരും. ആ ഒരു പ്രഷർ ടാക്ടിക്സിൽ കളിച്ച് കുറച്ച് യുണൈറ്റഡിൻ്റെ കണ്ടീഷനും കൂടെ എഗ്രി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുറച്ച് കടുംപിടുത്തത്തിലൊക്കെ ഒരു അയവ് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ടാക്ടിക്സ് യുണൈറ്റഡ് പുഷ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വരും ദിവസങ്ങളിൽ ആ ഒരു ഡീൽ എങ്ങനെയും യുണൈറ്റഡ് നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മൾ യൂറോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല യൂറോ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാരണം പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഇത്രയും ദിവസമായി ബിഡ് സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. യുണൈറ്റഡ് പിന്മാറേണ്ട സമയമായി. അവർക്ക് പുള്ളിയുടെ പ്രിഫറൻസ് എന്താ പറയുന്നത്, റയൽ മാഡ്രിഡാണ്. ഹോർഗെ മെൻഡസ് ആണെങ്കിലും റയലിലേക്ക് പോകാൻ വേണ്ടിയാണ് യൂറോയെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല യൂറോ ഇങ്ങോട്ട് വരുമെന്ന്. യുണൈറ്റഡ് ആ ഒരു ഡീലിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ജെറാർഡ് ബ്രാന്ത്വെയ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ ഇനാസിയോ മോണക്കത്തെ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ നമ്മുടെ ആ ഒരു വില എന്തിനാ കളയുന്നത്, കിഞ്ചി അങ്ങോട്ട് പോകേണ്ട കാര്യം. ആ പുള്ളിക്ക് റയലിൽ പോകണമെങ്കിൽ പൊക്കോട്ടെ, അത് പുള്ളിയുടെ ചോയ്സാണ്. നമ്മൾ വെറുതെ നമ്മുടെ വില കളയാതിരിക്കുക, അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം ഡിഫൻസ് മിഡ്ഫീൽഡിൽ നമുക്കറിയാം ഉഗാർത്തയുടെ കാര്യത്തിൽ നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ സ്ട്രൈക്കർ റോളിൽ സിർക്സി വന്നു. അപ്പം സിർക്സി സ്ട്രൈക്കർ റോളിൽ വന്നിട്ടും അപ്പം എന്നാ പറയുന്നത്, ഐവാൻ ടോണിയൊക്കെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ
വരത്തില്ല. ഇനിയിപ്പോൾ ഒരു സ്ട്രൈക്കർ ടാർഗറ്റ് നമ്മൾ ഒരു സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്യത്തില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫണ്ടില്ല, ആ ഒരു ലക്ഷറിക്കുള്ള ഫണ്ടൊന്നും ഇല്ല നമുക്ക്. അപ്പം ബാക്കിയുള്ള പല പൊസിഷൻസും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം. പല ജർമ്മനിയിൽ നിന്നുള്ള പല ക്രെഡിബിൾ അല്ലാത്ത ജേർണലിസ്റ്റുകളാണ് ഇങ്ങനത്തെ ഐവാൻ ടോണിയൊക്കെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പം സ്ട്രൈക്കർ പൊസിഷനിൽ സിർക്സിയെ സൈൻ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ ഒരു പ്രിഫേർഡ് പൊസിഷൻ, വേറൊരു പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്കാണ്. കഴിഞ്ഞ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ തുറക്കുന്നതിന് മുന്നേ, കഴിഞ്ഞ സീസണിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ തൊട്ട് ഫബ്രീസിയോ റൊമാനോ പറയുന്നുണ്ട് യുണൈറ്റഡിൻ്റെ ഒരു ടാർഗറ്റ്, വരുന്ന സീസണിൽ യുണൈറ്റഡിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പം ക്ലിയർ ആയി വരുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മിഖായൽ ഗൂത്തിയേറസ്, അപ്പോൾ ആ ഒരു ജിറോണയുടെ ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ ഫെനർബാഷയുടെ ഫെർദി കദിയോഗ്ലു. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സുമായിട്ട് യുണൈറ്റഡ് ലിങ്ക്ഡ് ആണ്. ഇതിൽ ജിറോണ യുണൈറ്റഡിന് അങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊടുക്കുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഫെനർബാഷയുടെ കദിയോഗ്ലുവിന് വേണ്ടി യുണൈറ്റഡ് ബിഡ് ചെയ്തു എന്ന് തുർക്കിയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 21 മില്യൺ പൗണ്ട്സിൻ്റെ ബിഡ് യുണൈറ്റഡ് നടത്തി എന്ന് തുർക്കിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് എന്തുമാത്രം ക്രെഡിബിൾ ആണെന്ന് അറിയത്തില്ല. പക്ഷേ ഫെനർബാഷയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 29.5 മില്യൺ പൗണ്ട്സാണ്. അപ്പോൾ ഈ ഒരു 21 മില്യൺ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറിന് വേണ്ടി നമുക്കൊരു വേറൊരു പ്ലെയറിനെ, ഇപ്പം സാൻജോയോ അല്ലെങ്കിൽ വാൻ ബിസാക്കയോ അല്ലെങ്കിൽ ലിൻഡലോഫ്, അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് ഒരു വെയിറ്റേജ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് ഡീല് നടത്താൻ പറ്റും. ഇതിൽ സാൻജോയുടെ ഡീല് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം സാൻജോ എന്ന് പറയുന്നത് 10-40 മില്യണാണ് യുണൈറ്റഡ് ഇപ്പം ഈ സാൻജോയ്ക്കുള്ള വില ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ ഒരിക്കലും അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യാൻ യുണൈറ്റഡ് മടിക്കും എന്നാണല്ലോ. പക്ഷേ അപ്പുറത്ത് ജോസെ മോറിഞ്ഞാണ് ഫെനർബാഷയുടെ കോച്ച്. പുള്ളിയുടെ ആഗ്രഹം സാൻജോ ആണ്. സാൻജോയെ കിട്ടിയില്ലെങ്കിൽ പുള്ളി അരുൺ വാൻ ബിസാക്ക അല്ലെങ്കിൽ ലിൻഡലോഫ് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്യും. അരുൺ വാൻ ബിസാക്ക ആണെങ്കിലും ലിൻഡലോഫ് ആണെങ്കിലും ഒരു വർഷം കൂടെ അവർക്ക് കോൺട്രാക്റ്റ് ഉള്ളൂ യുണൈറ്റഡിൽ. അപ്പോൾ ആ ഒരു പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ഡീല് നടത്തുന്നതായിരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു മിഖായൽ ഗൂത്തിയേറസ്, കദിയോഗ്ലു, ഈ രണ്ട് പ്ലെയേഴ്സിൽ എൻ്റെ ഒരു പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയുന്നത് കദിയോഗ്ലു ആണ്. കദിയോഗ്ലു കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ല പ്ലെയർ ആണെന്ന് മാത്രമല്ല, കുറച്ചുകൂടെ അത്രയും ഫണ്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ജിറോണ ഇപ്പം ഗൂത്തിയേറസിനെ സെല്ല് ചെയ്യാൻ കൺവിൻസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിക്കേണ്ടി വരും. ജിറോണയ്ക്ക് ആ ഒരു സിറ്റിയുമായിട്ടുള്ള കണക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ പ്ലെയറിനെ കിട്ടത്തില്ല, നല്ല കാശ് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ആ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആ ഒരു പ്ലെയറിനേക്കാളും റേറ്റ് ചെയ്യുന്ന കദിയോഗ്ലു ആണ്. കദിയോഗ്ലു കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ യൂറോസിൽ കദിയോഗ്ലു തുർക്കിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാളാണ് കദിയോഗ്ലു. ഏറ്റവും കൂടുതൽ ഈ ഒരു യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ 18 ടാക്കിൾസ് നടത്തിയ പ്ലെയറാണ് കദിയോഗ്ലു. അതുമാത്രമല്ല ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ഒരേപോലെ ഏബിളാണ്. ഈ ഒരു പ്ലെയർ ശരിക്കും പുള്ളിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റൈറ്റ് വിങ്ങർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗ്രാജുവലിയാണ് പുള്ളി ആ ഒരു ഫുൾ ബാക്ക് പൊസിഷനിലേക്ക് വന്നത്. ഇപ്പോൾ ഫുൾ ബാക്ക് റോളിലും പുള്ളി ലെഫ്റ്റ് സൈഡഡ് ഫുൾ ബാക്ക്, റൈറ്റ് സൈഡഡ്, ഇപ്പം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരേപോലെ കളിക്കാൻ ഏബിളാണ്. ഒരു വിങ് ബാക്കായിട്ടൊക്കെ കളിക്കാൻ, അപ്പോൾ അത്രയും ഫ്ലെക്സിബിളാണ് പുള്ളിയുടെ ഇപ്പം ഡിഫെൻസീവ് റെക്കോർഡൊക്കെ നമ്മൾ നോക്കിയാൽ ഇപ്പം ഡ്യുവൽസിൻ്റെ കാര്യം നോക്കിയാൽ ഓൾമോസ്റ്റ് 60% ഡ്യുവൽസ് റെക്കോർഡുണ്ട്, 6.7 റിക്കവറീസ്, അതുപോലെ തന്നെ 1.6 ക്ലിയറൻസ്. അപ്പം അങ്ങനെ റെക്കോർഡ് വൈസ് ആണെങ്കിലും ഈ പ്ലെയറിനെ നോക്കിയാൽ അത്രയ്ക്കും എഫക്റ്റീവാണ് ഈ ഒരു പ്ലെയർ. ഇപ്പം ഒഫൻസീവ്ലി ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും ഇപ്പം കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് 52 മത്സരങ്ങളാണ് ഫെനർബാഷയ്ക്ക് വേണ്ടി ഈ ഒരു പ്ലെയർ കളിച്ചത്. അതിൽ 41 മത്സരവും ലെഫ്റ്റ് ബാക്കായിട്ടാണ് കളിച്ചത്. അപ്പം അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് 8 ഗോളിനാണ് പുള്ളി, ഈ ഒരു 8 ഗോൾ ഇൻവോൾവ്മെൻ്റ് ആണ് ഈ ഒരു പ്ലെയറിനുള്ളത്. അതിൽ 5 അസിസ്റ്റും 3 ഗോളുകളും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ സീസണിൽ ഈ ഒരു പ്ലെയറിൻ്റെ റെക്കോർഡ്. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ വാല്യൂ ഗ്രാജുവലി ഇങ്ങനെ പയ്യെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോയുടെ ഇടയ്ക്കാണെങ്കിലും ടെൻഹാഗ് ഈ ഒരു പ്ലെയറിനെ ഒത്തിരി പൊക്കി അടിക്കുന്നതൊക്കെ കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ടെൻഹാഗ് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ. ഈ ഒരു പ്ലെയർ ശരിക്കും എറിഡിവിസിയിൽ NEC എന്ന് പറയുന്ന ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഹോളണ്ടുമായിട്ട് കണക്ഷനുണ്ട്. ഹോളണ്ടിൻ്റെ അണ്ടർ 16, അണ്ടർ 21 ലെവലിലൊക്കെ ഈ ഒരു പ്ലെയർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2022 തുർക്കിയിലോട്ട് മാറി തുർക്കിയുടെ നാഷണൽ ടീമിനെ പുള്ളി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു തുർക്കിയുടെ നാഷണൽ ടീമിൻ്റെ പ്ലെയറാണ്. അതുപോലെ തന്നെ ഈ ഒരു തുർക്കിഷ് ലീഗിൽ ഫെനർബാഷയുടെ പ്ലെയറുമാണ് ഈ ഒരു കദിയോഗ്ലു എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ. ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവൻ വെയിറ്റേജ് എന്നുള്ള രീതിയിൽ വാൻ ബിസാക്ക നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വാൻ ബിസാക്ക പോയെന്ന് പറഞ്ഞാലും ഈ ഒരു പ്ലെയറിൽ ഇപ്പം റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡലോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വേണമെങ്കിലും കവർ ചെയ്യാൻ ഈ ഒരു പ്ലെയർ ഏബിളാണ്. ഇനി ഒരു ഒറ്റ കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. കാര്യം സാൻജോ തിരിച്ച് ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ട്. ടെൻഹാഗും സാൻജോയും തമ്മിലുള്ള ഇഷ്യൂസ് അവർ തമ്മിൽ ചർച്ചകൾ നടത്തി, എല്ലാം ഒരു മിഡിൽ ഗ്രൗണ്ട് സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തി. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാൻജോ ട്രെയിനിങ് തിരിച്ച് വന്നു. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ
നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു കോംപ്രമൈസ് ഒന്നുമല്ല. എങ്ങനെയും ഈ ഒരു ഇനിയോസും അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ബ്രെയിൻസും ഒക്കെ ഇടപെട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ സാഞ്ചോയെ ചുളുവിനടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ അപ്പുറത്ത് അവരുടേതായ ടാക്ടിക്സും കാര്യങ്ങളും ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഇൻവോൾവ് ചെയ്യിപ്പിച്ചപ്പോൾ ടെൻ ഹാഗിനോടും സാഞ്ചോയോടും ഒക്കെ സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയതാണ്. അല്ലാതെ സാഞ്ചോയ്ക്കും ഇവിടെ തുടരണമെന്നില്ല, ടെൻ ഹാഗിനും ഈ ഒരു മനുഷ്യൻ സാഞ്ചോ ഇവിടെ നിൽക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. സാഞ്ചോയുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും എടുത്ത് നോക്കിയോ, അവിടെ ഫുള്ള് ഡോട്ട്മുണ്ടിൻ്റെ സംഭവങ്ങളാണ്. ഇവന് യാതൊരു താല്പര്യമില്ല യുണൈറ്റഡിനോടോ യുണൈറ്റഡിൻ്റെ ഫാൻസിനോടോ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളില്ല. ഇവൻ്റെ മനസ്സിപ്പോഴും ഡോട്ട്മുണ്ടിലാണ്. ഇപ്പോൾ ഡോട്ട്മുണ്ടാണെങ്കിലും എങ്ങനെയും ഈ ഒരു മനുഷ്യനെ ചുളുവി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ ലോണിൽ ചെന്ന സമയത്ത് കുറേ നടത്തി. യുണൈറ്റഡിനെ കുറ്റം പറയുക, അതായത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ട് എന്തേ കാശ് കൊണ്ട് വരുന്നില്ല, ചുളുവിൽ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് 10 മില്യനാണ് കാശ് എടുത്തുകൊണ്ട് പോവും, ഞങ്ങൾ തിരിച്ച് വിൽക്കും, 90 മില്യൺ 80 മില്യൺ 85 മില്യന് മുകളിൽ ഞങ്ങൾ വിൽക്കുകയും ചെയ്യും. അത് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ടാണ് യുണൈറ്റഡ് ഇങ്ങനത്തെ ഒരു ഗെയിം ഏതായാലും നടത്തിയത്. അപ്പം സാഞ്ചോയ്ക്ക് എന്തായാലും പ്രീ സീസണിൽ അവസരം കിട്ടും, ഗ്രാജുവലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാലും ബാക്ക് ഓഫ് ദ മൈൻഡ് എന്താണെങ്കിലും ടെൻ ഹാഗിൻ്റെയും സാഞ്ചോയുടെയും ഒക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് പോവുക എന്നുള്ളത് തന്നെയാണ്. എനിക്കും ആസ് എ യുണൈറ്റഡ് ഫാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല സാഞ്ചോ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ തിരിച്ച് വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വലിയൊരു പ്ലെയറായി മാറണമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് യുണൈറ്റഡിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് ഒരു ഹാർഡ് കോർ യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ സാഞ്ചോ വന്നത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് പലരും എന്നാ പറയുന്നത് തള്ളിമറിക്കുന്നതൊക്കെ കണ്ടു. അണ്ണൻ ഇവിടുന്ന് പോയി തരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയും ഇവൻ്റെ സുഖമായിട്ടുള്ള ആ ഒരു ഡീല് കുറച്ച് കോംപ്രമൈസൊക്കെ നടത്തി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടൊക്കെ ഇട്. ബൈ ഗൈസ്.